ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് അടിസ്ഥാന സൗകര്യ വികസനം. മറ്റുള്ള വിഷയങ്ങൾ ഓരോ എക്സ്പേർട്സ് ചർച്ച ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒതുങ്ങാൻ നോക്കാം. അടുത്തത് ഇതാണ് കേരളത്തിൽ അകത്തത്രയുടെ സ്ഥാനം. ഒത്ത നടക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ നെഞ്ച്. അടുത്തത് ആ കറുത്ത വര, അതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഷേപ്പ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഷേപ്പ് എന്തിനോട് തോന്നിക്കാൻ പറ്റും? ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതാണ് ഷേപ്പ്. അതിലെ ചുവന്ന വര കാണുന്നത് നാഷണൽ ഹൈവേ ആണ്. ആ കറുത്ത വര കുറുകെ പോകുന്നത് റെയിൽവേ ആണ്. റെയിൽവേ നമ്മുടെ പഞ്ചായത്തിനെ മുറിച്ചുകൊണ്ട് പോകുന്നു. നാഷണൽ ഹൈവേ, ഇത് നാഷണൽ ഹൈവേ 544 ആണ്. അത് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരുന്നില്ല. അടുത്തത് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് കുറച്ചറിയാം. ഏകദേശം 20 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ചെറിയ പഞ്ചായത്താണ്. കേരളത്തിന്റെ വിസ്തീർണം നോക്കിയാൽ കേരളത്തിന്റെ മൊത്തം വിസ്തീർണം 3840 ചതുരശ്ര കിലോമീറ്ററുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ വളരെ ചെറുതാണ്, വെറും 20 ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യ ഏകദേശം 30,000 അടുത്ത് വരും. ജനസാന്ദ്രത 30,000 20 ചതുരശ്ര കിലോമീറ്റർ 30,000 കൂട്ടിയാൽ ഏതാണ്ട് 1500 ജനസാന്ദ്രത. അതായത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ഏകദേശം 1500 ജനസാന്ദ്രത. അത് കുറച്ച് ഹൈ ആണ്. കാരണം സാധാരണ ഇത്ര ജനസാന്ദ്രത വരുന്നത് തീരദേശങ്ങളിലാണ്. മലപ്രദേശങ്ങളിൽ ഇത്ര ജനസാന്ദ്രത വരാറുണ്ട്, പക്ഷെ ഇവിടെ ജനസാന്ദ്രത കൂടുതലാണ്. അടുത്തത് എന്താണ് നമ്മുടെ പ്രസക്തി? നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസക്തി എന്താണ്? ഞാൻ ചരിത്രപരമായ പ്രസക്തിയിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ചരിത്രപരമായ പ്രസക്തി എന്ന് വെച്ചാൽ, ഒരു കാലത്ത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്ഥിരാകേന്ദ്രം ഇവിടെയായിരുന്നു. ഐത്തോച്ചാരണത്തിന്റെ സ്ഥിരാകേന്ദ്രം ഇവിടെയായിരുന്നു. ഒരു കാലത്ത് പാലക്കാട്ടുശ്ശേരി രാജ്യത്തിന്റെ തലസ്ഥാനം ഇവിടെയായിരുന്നു. അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല, കാരണം പൈതൃകത്തെ കുറിച്ചൊക്കെ മറ്റു ചർച്ചകളുണ്ട്. ഞാനിപ്പോ പോകുന്നത് പ്രധാനപ്പെട്ട 3-4 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, ഇതൊരു മുൻ തലസ്ഥാനമാണ് പാലക്കാട്. അപ്പൊ ഇപ്പൊ നമ്മൾ വാസസ്ഥാനത്താണ്. തിരിച്ചു വീണ്ടും നമുക്ക് തലസ്ഥാനത്തേക്ക് എത്തണം, ഈ ജില്ലയുടെ നേതൃത്വത്തിലേക്ക് വരണം. പിന്നെ നമുക്കുള്ളൊരു ഗുണം, നമ്മുടെ പ്രധാനപ്പെട്ട ടൗണിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് 8 മുതൽ 11 വരെ കിലോമീറ്റർ ദൂരെയുള്ളൂ. മലമ്പുഴയിൽ നിന്ന് വെറും 5 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ കേരളത്തിന്റെ സബർമതി എന്ന് പറഞ്ഞാൽ ഗുജറാത്തില് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന ആശ്രമം. കേരളത്തിന്റെ സബർമതി എന്ന് നമ്മൾ നാമം കൊടുക്കാറുള്ളത് മഹാത്മാഗാന്ധി സന്ദർശിച്ച ശബരി ആശ്രമത്തിലെ. മലബാറിന്റെ ഗാന്ധി എന്ന് കെ കേളപ്പനെ പറയുമ്പോൾ നമ്മള് ഒരു മാതൃകാ ഗാന്ധിയായിട്ട് നമ്മുടെ പാലക്കാട്ടുകാരൻ ഭീമൻ കുഞ്ചിയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് അടുത്തത്, ഇനി വരാൻ പോകുന്ന പ്രസക്തി, നമ്മുടെ ഈ പഞ്ചായത്തിന്റെ നട്ടല് പോലെ ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകാൻ പോകണം. നിങ്ങൾക്കറിയാം, ഗ്രീൻഫീൽഡ് ഹൈവേ കുറിച്ച് ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു, കാരണം അത് ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കുന്നു. അതുപോലെ പുതുതായി വരാൻ പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യവസായ സ്മാർട്ട് സിറ്റി, അത് ഇവിടുന്ന് വെറും 15 കിലോമീറ്ററിനകത്താണ് വരുന്നത്. ഗ്രീൻഫീൽഡ് ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വ്യവസായ സ്മാർട്ട് സിറ്റിയിൽ എത്താൻ പറ്റും. അതിനെ രണ്ടിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ പറയാം. അടുത്തത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 3 പ്രോജക്ട്സ് ഇതൊക്കെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഇത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വേറെ പലതുകൊണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയാണ്. അത് അടുത്ത പഞ്ചായത്തിലാണ്, നമ്മുടെ പഞ്ചായത്തിലല്ല. നമ്മുടെ പഞ്ചായത്തിനോട് അടുത്ത് കിടക്കുന്ന മരുതറോഡ്, പുതുശ്ശേരി പഞ്ചായത്തുകളിലായിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. വലിയ പ്രോജക്റ്റാണ്. അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമ്മുടെ അയൽക്കാരിൽ നിന്നായി കഴിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യുന്നുള്ള ചിന്ത വന്നാൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താം. അടുത്തത് ഗ്രീൻഫീൽഡ് ഹൈവേ. അത് അടുത്ത പഞ്ചായത്തിൽ നിന്നല്ല, നമ്മുടെ പഞ്ചായത്തിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ദൂരം ഈ അടുത്ത പ്രദേശത്ത് കടന്നു പോകുന്നത്. അങ്ങ് മലമ്പുഴ പഞ്ചായത്ത് കഴിഞ്ഞ് തുടങ്ങുന്ന മുതൽ
അടുത്ത പുതുപ്പരിയാരം പഞ്ചായത്ത് വരെ ഈ പഞ്ചായത്തിൽ കൂടി അത് പൂർണ്ണമായിട്ട് കടന്നു പോകുന്നത്. ഇനി അടുത്തതൊരു സങ്കടകരമായ കാര്യമാണ്. ഞാൻ എന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ശുചിത്ത് കണ്ട സമയത്ത് ആദ്യം പറഞ്ഞത് ഇതാണ്: നമുക്ക് നടക്കാവ് മേൽപ്പാലം ഒന്ന് ചലനാത്മകമാണ്, നടത്തണം. നമ്മളെല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ വർഷമായി ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് പരാമർശിക്കാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2018-19 മറ്റോ ഇവിടുത്തെ ഒരു 10-20 പേര് എന്നെ കാണാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞത്, സാർ ഇവിടെ ഒരു അടിപ്പാലം അണ്ടർഗ്രൗണ്ട് ബ്രിഡ്ജ് സാങ്ഷൻ ആയിട്ടുണ്ട്, അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അന്ന് വന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയില്ല. അവരോട് ഞാൻ പറഞ്ഞു വന്ന്, ഒരു കാരണവശാലും അടിപ്പാലം അവിടെ അനുവദിക്കരുത്, നമുക്ക് മേൽപ്പാലമാണ് വേണ്ടത്. അവരത് ശിരസാവഹിച്ചു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മൾ റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ ഞാനും അവരുടെ കൂടെ പോയിരുന്നു. അങ്ങനെയൊക്കെ പോയി നമ്മൾ അവസാനം ഈ അടിപ്പാലം എന്നുള്ളത് മേൽപ്പാലമാക്കി മാറ്റി. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു വെള്ളക്കെട്ട് സ്ഥിരമായിട്ട് കാണാമായിരുന്നു, അത് ഒഴിവായി കിട്ടും. അപ്പൊ മേൽപ്പാലം എന്തായാലും പണി തീർന്നു കഴിഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയോട്, അദ്ദേഹം നഗരവികസനമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കൂടി സഹകരണത്തോടു കൂടി നമുക്കത് എത്രയും പെട്ടെന്ന് പണി തീർക്കണം. അപ്പൊ ഈ 3 കുറിച്ചൊന്ന് ഏകദേശം പറഞ്ഞിട്ട് ഞാൻ മറ്റ് പെട്ടെന്ന് വേണ്ട അടിസ്ഥാന സൗകര്യം, കാരണം എല്ലാ ജനങ്ങൾക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, പല കാര്യം അടുത്ത് നിൽക്കുന്നു. പാലക്കാട് സ്മാർട്ട് സിറ്റി, അതിന് ഇപ്പൊ തന്നെ വലിയൊരു എമൗണ്ട് വന്നിട്ടുണ്ട്, ചെലവ് ചെയ്ത് കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ 613 കോടി രൂപ കൊടുത്തു. കേരള സർക്കാർ അതിന്റെ വസ്തു വാങ്ങുന്നതിന്റെ ആവശ്യത്തിനായിട്ട് 1489 കോടി രൂപ കൊടുത്തു. സ്മാർട്ട് സിറ്റി പണിയെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 4000 കോടി രൂപയോളം അവിടെ മുടക്കപ്പെടും. ഒരു വലിയ പദ്ധതിയാണ്. 1500 ഏക്കറിന് മേൽ വരുന്ന വസ്തു അതിനുവേണ്ടി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അല്ല, 1300 ചില ഏക്കർ ഏതാണ്ട് കിട്ടാനുള്ള ഇടപാടുകളായിട്ടുണ്ട്. അതിന്റെ പകുതിയോളം കിട്ടിക്കഴിഞ്ഞു. വലിയൊരു പ്രോജക്റ്റാണ്. ഇവിടുന്ന് ഈ ഗ്രീൻഫീൽഡ് ഹൈവേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 10-15 കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരം വെറും 2-3 മിനിറ്റ് ഓടാനേ ഉണ്ടാവും. കാരണം ഗ്രീൻഫീൽഡ് ഹൈവേയിൽ അനുവദിക്കപ്പെടുന്ന സ്പീഡ് ഒരു മണിക്കൂറിൽ 120 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ ഓടാൻ 6 മിനിറ്റ്. ഇത് അത്ഭുതമൊന്നുമല്ല. ഉദാഹരണം, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോകുന്നത് ഇവിടുന്നുള്ള നാഷണൽ ഹൈവേ വഴിയല്ല, പാലക്കാട്ട് നിന്ന് തൃശ്ശൂർ വഴി നാഷണൽ ഹൈവേയിൽ പോയാൽ 12 മണിക്കൂർ എടുക്കും. നട്ടലിന് ചില അവതാളങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യവും തിരുവനന്തപുരത്തേക്ക് ഇതുവഴി പോകണമെങ്കിൽ 325 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ തമിഴ്നാട് വഴി പോകണമെങ്കിൽ 650 കിലോമീറ്റർ. ഞാൻ 650 കിലോമീറ്റർ 8 മണിക്കൂർ എടുക്കും. മറിച്ച് ഇതുവഴി പോകണമെങ്കിൽ 12 മണിക്കൂർ 325 കിലോമീറ്റർ. അതാണ് നമ്മുടെ ഏരിയ. ഇപ്പൊ ഈ ഗ്രീൻഫീൽഡ് ഹൈവേ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ കഴിയുമ്പോൾ പറയാം, ഗ്രീൻഫീൽഡിനെ കുറിച്ച്. അപ്പൊ ഈ പ്രോജക്റ്റ്, പാലക്കാട് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അത് നമ്മൾ ആലോചിക്കണം. അതെത്ര കാലത്ത് 2 കാര്യം അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒന്ന്, നമുക്ക് അതിന്റെ റെസിഡൻഷ്യൽ ഏരിയാസ് ഡെവലപ്പ് ചെയ്യാൻ ഈ പഞ്ചായത്തിൽ പറ്റും. കാരണം എന്തുകൊണ്ടും മരുതോട് പഞ്ചായത്തിനേക്കാളും പുതുശ്ശേരി പഞ്ചായത്തിനേക്കാളും ആളുകൾക്ക് ജീവിക്കാൻ പറ്റിയ പഞ്ചായത്ത് ആദ്യത്തെ പഞ്ചായത്ത്. സംശയമില്ലല്ലോ. കഴിഞ്ഞ 48 കൊല്ലമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു സംശയം എന്റെ കാര്യത്തിലില്ല. നല്ല മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ കുഴപ്പക്കാരായിരിക്കും. ഞാനത് പലർക്കും പോയി പറയാറുണ്ട്. അകത്തറക്കാരുടെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അപ്പൊ അതിനുള്ള താമസ സൗകര്യങ്ങൾ നമുക്ക് ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. 5 മിനിറ്റ് മതിയില്ല അവിടെ എത്താൻ, അത് കഴിയും. അതുപോലെ അതിന് തൊട്ടിപ്പോ തന്നെ ചില സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ തന്നെ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, IIT പാലക്കാട് ഉണ്ട്. അവർക്കൊക്കെ വേണ്ട ഭവന സമുച്ചയങ്ങൾ നമുക്ക് അകത്തത്ര പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എവിടെ സ്ഥലമെന്ന് നമ്മൾ ചോദിച്ചില്ല. അകത്തത്ര പഞ്ചായത്തിന്റെ ഒരു ഭാഗം ജനനിബിഡമാണ്, പക്ഷെ മറ്റൊരു ഭാഗം ജനവാസമില്ലാതെ കിടക്കുന്നുണ്ട് ഇപ്പോഴും. അതിൽ ഫോറസ്റ്റ് ഏരിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയയിലേക്ക് നമുക്ക് ഭവന സമുച്ചയങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ ശ്രമിക്കണം. അതിന് കൂട്ടായ പരിശ്രമം ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊരു സാറ്റലൈറ്റ് ടൗൺഷിപ്പ് പോലെ ഈ പാലക്കാട് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് പറ്റും. സ്മാർട്ട് സിറ്റിയിൽ നമുക്കൊക്കെ വ്യവസായം തുടങ്ങാനും വളരെ സൗകര്യമാണ്. ഞാനൊരു കമ്പനി അവിടെ തുടങ്ങാൻ പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും 2 കൊല്ലം എടുക്കും. കാരണം
അത് ഈ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1.5-2 കൊല്ലത്തോളം എടുക്കും. കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിയുന്നുണ്ട് അതിലേക്കായി. അടുത്തതെന്നെടുക്കും. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ. പണ്ടൊക്കെ നമ്മൾ കോഴിക്കോട് പോയിക്കൊണ്ടിരുന്നത് പാലക്കാട്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം, കൊണ്ടോട്ടി, രാമനാട്ടുകര വഴി കോഴിക്കോട്. മുമ്പൊക്കെ ഞാൻ കുറെ കാലം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡീനായിട്ട് വർക്ക് ചെയ്തത്. ആ സമയത്തൊക്കെ എനിക്ക് 2.5 മണിക്കൂർ മതിയായിരുന്നു രാമനാട്ടുകര. അടുത്ത കാലത്ത് ഞാൻ പോയപ്പോൾ 4 മണിക്കൂറാണ് അടുത്ത രാമനാട്ടുകര. ആലോചിച്ചോ, വെറും 120 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് 120 110 ഉള്ളൂ. 4 മണിക്കൂറാണ് എടുക്കുന്നത്. ഇഴഞ്ഞാ പോകുന്നത്. ഈ ഗ്രീൻഫീൽഡ് ഹൈവേ വന്നാൽ അതിന്റെ സ്പീഡ് 120 കിലോമീറ്ററോ 140 കിലോമീറ്ററോ ആയിരിക്കും ഒരു മണിക്കൂർ. അപ്പൊ എത്ര സമയം എടുക്കും ഇവിടുന്ന് രാമനാട്ടുകര എത്താൻ? ആദ്യം ഓടിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ മതി. ഇത്രയൊക്കെ നിർത്തിയാൽ ഒരു 1.25 മണിക്കൂർ മതിയാവും. ഞാൻ ഈ തമിഴ്നാട്ടിലൂടെ പോയ 650 കിലോമീറ്റർ 8 മണിക്കൂറിൽ എത്തി എന്ന് പറഞ്ഞ പോലെയാണ്. ഷൂ എന്ന് പറയുന്നത് എത്തും. അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ കോഴിക്കോട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എടുത്തിരിക്കുന്നത്. ഈ വഴി വന്നു കഴിഞ്ഞാൽ എന്റെ വീടിന്റെ ബാക്കിൽ കൂടെ എന്തായാലും ഗ്രീൻഫീൽഡ് പോകുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂറില്ല 1.25 മണിക്കൂറുണ്ട് കോഴിക്കോടെത്തും. ഭയങ്കര സൗകര്യമാണ്. ഇനി അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ഏതാണ്ട് 8,000 കോടി രൂപയോളം ചെലവ് വരും. അതിൽ 4,000 കോടി രൂപ പണിക്കല്ല, വസ്തുവിനാണ്. കൂടുതൽ വേണ്ടി വരുന്ന വസ്തു വാങ്ങിക്കാൻ. ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഒരു പ്രത്യേകത, ഇത് ഓവർ ഹെഡ് ഹൈവേ ആണ്. ഭൂമി കൂടെ അല്ല പോകുന്നത്, ഭൂമിക്ക് മേളിൽ കൂടെ പോകുന്നത്. തൂണ് മാത്രമേ താഴേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ 2 സൈഡിലും സർവീസ് റോഡ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു കാര്യം വേണം, നമുക്ക് അകത്തത്ര പഞ്ചായത്തിൽ ഇതിൽ നിന്നുള്ളൊരു എക്സിറ്റും വേണം, ഇതിലേക്കുള്ളൊരു എൻട്രിയും വേണം. അത് തരാതിരിക്കാൻ പറ്റില്ല. കാരണം റെയിൽവേ ഡിവിഷൻ ഓഫീസുണ്ട്, ഒലവക്കോട് മേജർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഇന്ന് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഇത് നമ്മളെ കണ്ടെന്നൊക്കെ പറയാം. അതിലൊരു എൻട്രി ഒരു എക്സിറ്റും വേണം. കാരണം ഇത് 10 കിലോമീറ്റർ ഇടപെട്ടെങ്കിൽ ഈ എൻട്രി എക്സിറ്റ് കൊടുക്കും. ഒരെണ്ണം മലമ്പുഴ കൊടുത്താലും നമുക്ക് ഒരെണ്ണം പാപ്പാടി ആ ജംഗ്ഷന്റെ പേരെന്താ, ഉമ്മണിന്ന് അങ്ങോട്ട് പോകുന്ന പൈറ്റാങ്കുന്നിൽ ഒരു എൻട്രി കിട്ടിയാൽ മതി. പൈറ്റാങ്കുന്നിൽ നിന്ന് ഈ റോഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എവിടെ നിർത്തണ്ട, അത് വാങ്ങിയെടുക്കണം. അതിന്റെ എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് ഇതുവരെ വന്നിട്ടില്ല. ഞാനിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാവില്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം വാങ്ങിയെടുത്തേ പറ്റും. അപ്പൊ അതൊരു വലിയ സാങ്കേതികത്വം അതിൽ വരും. അത് വന്നു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ഭാഗത്തു നിന്നും വരുന്നവർക്ക് അകത്തേത്ര പഞ്ചായത്തിൽ കൂടി ഒലവക്കോട്ടേക്കോ അല്ലെങ്കിൽ റെയിൽവേ ഓഫീസിലേക്കോ ഒക്കെ വരാനുള്ള സൗകര്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വലിയ സ്കോപ്പ് ഉണ്ടാകും. ഹോട്ടലുകൾ വരും, റെസ്റ്റോറൻറ്റുകൾ വരും, ലോഡ്ജസ് വരും, റെസിഡൻഷ്യൽ ഏരിയ വരും. അതൊരു വലിയ സ്കോപ്പാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് 4 കൊല്ലം കൊണ്ട് പണി തീരുമെന്നാണ് അവരുടെ കണക്ക്. 42 മാസമാണ് അവർ കൊടുക്കുന്നത്. 42 മാസം എന്ന് പറഞ്ഞാൽ 3.5 കൊല്ലമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ റോഡ് പണിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 3.5 കൊല്ലം കൊണ്ട് തീരുമെന്നറിയില്ല. ഇപ്പൊ അതിന്റെ സ്ഥലമെടുത്ത് കളഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, വലിയ വിലയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ചിലത്. സാധാരണ വിറ്റാൻ കിട്ടുന്നതിന്റെ 2-3 ഇരട്ടി വില ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി കൊടുത്ത സ്ഥലത്തിന് കിട്ടുകയുണ്ടായി അടുത്ത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇപ്പം പറയുന്നില്ല. ഈ സങ്കടം നമുക്കൊന്ന് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. സങ്കടനാശകനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, അതല്ലേ പറ്റുള്ളൂ. ഇത് നോക്കൂ, അതിന്റെ നടക്കാവ് മേൽപ്പാലത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത 2016 അതൊന്ന് അടിപ്പാലത്തിനാണ് കൊടുത്തത്. അത് നമ്മൾ മേൽപ്പാലമാക്കി മാറ്റിയെടുത്ത് 2021 ആയപ്പോഴത്തേക്ക് മേൽപ്പാലത്തിന് സാങ്കേതിക അനുമതി കിട്ടി. പണി 2021 നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു. പക്ഷെ 4 അതിങ്ങനെ കിടക്കുകയാണ്. സ്പന്ദിക്കുന്ന അസ്ഥിമാടം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെല്ലാം മാറ്റമെന്ന് നോക്കൂ. നമുക്ക് പാലക്കാട് നിന്ന് മലമ്പുഴ പോകുന്നതിന് മുഴുവൻ ഇതുവഴിയേ പോകുള്ളൂ. പിന്നെ ആ റോഡ് വഴി പോകാൻ നിൽക്കണമെന്നില്ല. ഇതായിരിക്കും. കാരണം കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ ഇപ്പം മലമ്പുഴ പോകുന്ന ചുറ്റിക്കറങ്ങിയല്ലേ, അവർക്ക് നേരെ ഒലവക്കോട് ഇങ്ങോട്ട് കയറാൻ പറ്റും. അപ്പം നമ്മുടെ ഈ മേഖലയിലുള്ള വ്യാപാര സൗകര്യങ്ങൾ, അതുപോലെ താമസ സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ ആ പാലം വന്നു കഴിഞ്ഞാൽ പറ്റും. ഇതിനേക്കാളൊക്കെ അതീതമായിട്ട് ഇപ്പോൾ ആർത്തത്രക്കാരുടെ ജീവൻ അപകടത്തിലാണ്. എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇടവഴികളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് പോകേണ്ടി വരും. ഈ പാലം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അകത്തേത്തറയുന്ന പാലക്കാട്ടേക്ക് 10 മിനിറ്റ് മതിയാവും. 10 തന്നെ വേണ്ടി വരില്ല. ഏത് എമർജൻസി നമുക്ക് ഡീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നുകൂടി ഉഷാറാക്കണം.
സമരം ചെയ്യണം, നമ്മൾ സമരം ചെയ്യണം. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട് കൂടി സമരം ചെയ്യണം. നമുക്കിത് എത്ര പെട്ടെന്ന് തീർത്തു ആവശ്യമില്ല. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അടുത്തത്, ഇനി ഈ പ്രോജക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്രീൻഫീൽഡ് ഹൈവേ, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, ഈ നടക്കാവ് പാലയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ചില ഗുണങ്ങളാണ്. ഇതിൽ ഞാൻ ഏറ്റവും പ്രധാനമായി കാണുന്നത് ഇൻക്രീസ് ഇൻ സർവീസ് ജോബ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ അർത്ഥത്തിന് പണിയില്ലാത്തവർ ഒരുപാടാണ്. വളരെ തുച്ഛമായ ഉപജീവനത്തിന് കൂടി പൈസ കിട്ടാതെ പണിയെടുക്കുന്നവരാണ് നല്ല കിട്ടുന്നത്. അപ്പൊ സർവീസ് ജോബ്സ് എന്ന് പറഞ്ഞാൽ പല പല സർവീസ് ജോബ്സ് വരും. വീടുകളിൽ വേണ്ട സർവീസ് ജോബ്സ്, കടകളിൽ വേണ്ട സർവീസ് ജോബ്സ്, അതായത് സാധനം എടുത്തു കൊടുക്കുന്ന പണി മുതൽ വീടുകളിലെ ക്ലീനിങ് ജോബ് മുതൽ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, മെയിൻ്റനൻസ്, ഇതെല്ലാം വരും. വീടുകളുടെ എണ്ണം കൂടുന്നതും ഇതെല്ലാം വരും. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ 3 പ്രോജക്റ്റുകൾക്ക് ഇവിടെ വരുന്നവരുടെ അഫോർഡബിലിറ്റി കൂടും. അവർക്ക് ചെലവാക്കാനുള്ള പണത്തിന്റെ അളവ് കൂടുമ്പോൾ കൂടുതൽ ശമ്പളം കൊടുക്കാനാണ്. ഇപ്പോൾ 5000 രൂപ 4000 രൂപയ്ക്കൊക്കെ പണിയെടുക്കുന്നവർക്ക് അത് 10,000 രൂപ 5000 രൂപയ്ക്ക് പണിയെടുക്കാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ മറ്റൊന്ന് വരുന്നത്, നമുക്കിപ്പോൾ ഉള്ള വാട്ടർ സപ്ലൈ, ഇലക്ട്രിക് സപ്ലൈ, ഇതിലൊക്കെ കൺസിസ്റ്റൻസി വരും. ഇപ്പോൾ വെള്ളം നിന്ന് പോകുന്ന പ്രശ്നം നിങ്ങൾക്ക് വരും, 2-3 ദിവസത്തിലൊക്കെ നിന്നു. അതൊന്നും ഇനി പറ്റാതെ വരും. കാരണം ഇവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ധാരാളം താമസിക്കുമ്പോൾ 2 ദിവസമൊന്നും വെള്ളം കിട്ടിയാൻ കഴിയില്ല. അവരതിൽ ഇടപെടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു മെച്ചപ്പെട്ട സ്ഥിതി നമുക്കുണ്ടാവും. ഈ റോഡ് നെറ്റ്വർക്കും ഭേദപ്പെടും. കാരണം ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുമ്പോൾ അതിലേക്ക് എത്തുന്ന റോഡുകൾ ഭംഗിയായിരിക്കില്ലേ? അപ്പൊ നെറ്റ്വർക്ക് ഈ അകത്തേത്ര ഭാഗത്തുള്ള പല നെറ്റ്വർക്ക്, ഉദാഹരണത്തിന് ഗ്രീൻഫീൽഡ് ഹൈവേന്ന് പൈറ്റാമ്പത്ത് താഴേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പൈറ്റാമ്പത്തൊന്നും ഈ പഞ്ചായത്തിൽ എല്ലായിടത്തേക്കും കൂടെ നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കേണ്ടി വരും. ഇപ്പോഴുള്ള റോഡുകളും വീതി കൊണ്ടേണ്ടി വരും. അതിനെക്കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ പിന്നീട് പറയാം. അടുത്തത്, വീടുകൾ ഒരുപാട് ആവശ്യമുണ്ട്. ഇപ്പൊ കൂട്ടിക്കിടക്കുന്ന വീടുകൾ വാടക കൊടുക്കാൻ കഴിയും, പുതിയ വീടുകൾ വെക്കാൻ കഴിയും, സ്ഥലമുള്ളത്. അടുത്തത്, ഇനി ഇത് പുതിയ പഞ്ചായത്ത് സമിതി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് സത്യം പറഞ്ഞാല് ഈ പഞ്ചായത്തിന്റെ തലച്ചോറും ഹൃദയവും, ഒന്ന് അകത്തേക്കറയും ഒന്ന് റെയിൽവേ കൊല്ലം, ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരു നാഡീവ്യൂഹമില്ല. ഒന്നിനെ ഒരപ്പോഴും വഴി വിഭജിച്ച് വേണം. കാരണം ഇപ്പോൾ ഡയറക്റ്റുള്ള റോഡ് വളരെ ചെറുതാണ്. അല്ലെങ്കിൽ വണ്ടിയിൽ പോകാനും ലോറി പോകാനും വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ NSS എഞ്ചിനീയറിംഗ് കോളേജ് വഴി കറങ്ങി ഉമ്മണി വഴി റെയിൽവേ കോളേജിലേക്ക് വരണം. നമുക്കൊരു നല്ല റോഡ് ഉണ്ടാകണം. കുറഞ്ഞത് 16 മീറ്റർ വീതിയെങ്കിലും വേണം. ഇപ്പോൾ ഉള്ള റോഡൊന്നും പറ്റില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ നോക്കാറ്, നമുക്ക് അകത്തേത്ര ചിത്ര ജംഗ്ഷനുണ്ട്, റെയിൽവേ കോളേജിലേക്ക് ഇടയ്ക്ക് ഒരുപാട് പാടമുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കൊരു 16 മീറ്റർ റോഡ് ഉണ്ടാക്കണം. അത് ഒരു വർഷം കൊണ്ടൊന്നുമല്ല, പതുക്കെ ചെയ്താൽ മതി. നല്ലൊരു റോഡ് എന്ന് വെച്ചാൽ ഒരു 2-3 നിര വണ്ടികൾ ഓടിയാലും ഒരു കുഴപ്പവും പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കോഴിക്കോട് വരുന്നവർക്ക് മലമ്പുഴയ്ക്ക് പോകാനാണ്. ഒലവക്കോട് ചുറ്റാൻ നിൽക്കില്ല, നേരെ കാണാവുന്ന ലക്ഷത്തേക്ക് ഇറങ്ങി റോഡ് വഴിയിലാണ് വരും. അല്ല, അവർ ബൈക്കങ്ങുന്നവർ പോയി കയറാൻ നിൽക്കില്ല. മനസ്സിലല്ലേ? അങ്ങനെ ഒരു റോഡ് നമുക്ക് ആവശ്യമാണ്, നല്ല വീതിയുള്ള റോഡ്. അടുത്തത്, നമുക്ക് നല്ലൊരു മാർക്കറ്റ് ഇല്ല, ഒരു ചന്ത. അകത്തത്രക്കാർക്ക് അവരുടെ ജീവിത രീതിയായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് ചന്ത. കാരണം ചന്തയിൽ നമുക്ക് സാധനങ്ങൾ കുറച്ച് വില കുറച്ച് കിട്ടും, അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാം. ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചന്ത ഈ ചിത്രാ തിയേറ്ററിന്റെ ഇപ്പുറത്തുള്ള ആ അമ്പലത്തിന് ചുറ്റുമുള്ള ചന്തയാണ്. അത് പോരാ, നമുക്ക് നല്ലൊരു ചന്തയ്ക്ക് സ്ഥലം കിട്ടണം. പറ്റുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം ഷെഡുകളൊക്കെ ഉണ്ടാക്കും. അത് ഇനി വേണ്ടതാണ്. അതിനുള്ള സ്ഥലം എനിക്കൊന്ന് ഈ ചാത്തക്കുളങ്ങര ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞ സ്ഥലം ഒരുപാടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു നല്ല ചന്ത, ആഴ്ചയിൽ ഇപ്പോൾ 1 ചന്ത, അത് 2 ആക്കിയാൽ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാം. ഒരാഴ്ചത്തേക്ക് മൊത്തം വാങ്ങിച്ച പച്ചക്കറികളൊക്കെ കടയിൽ ഒരാഴ്ച 2 തവണ ഉണ്ടെങ്കിൽ അത് പല സംസ്ഥാനങ്ങളിൽ ഞാൻ പോകുമ്പോൾ കാണാറുണ്ട്. അവിടെ ആളുകൾ ചന്തയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കുള്ളൂ. കാരണം കടയിൽ പോയി കഴിഞ്ഞാൽ 200 രൂപ കൊടുക്കുന്ന ചന്തയിൽ പോയി 200 രൂപയ്ക്ക് കിട്ടും. അത് നമുക്ക് ആവശ്യമുണ്ട്. അത് പഞ്ചായത്ത് വകയായിട്ടൊരു ചന്ത ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം അധികാര സ്ഥാപനത്തിൽ വളരെ കുറയില്ല. അടുത്തത്, ഞാൻ മുമ്പേ പറഞ്ഞ ഗ്രീൻഫീൽഡ് ഹൈവേയിൽ താഴേക്ക് ഇറങ്ങാനും അതിലേക്ക് കയറാനും അകത്തത്ര പഞ്ചായത്തിൽ ഒരു വഴി ഉണ്ടാകണം. അതിനടുത്തത്, ഗ്രീൻഫീൽഡ് ഹൈവേ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഈ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്റ്റിംഗ് റോഡുകൾ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് നമുക്ക് ഒരു പൈതൃക സർവകലാശാല ഈ പഞ്ചായത്തിൽ വേണം. കാരണം പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൈതൃകമുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഒരു ദേശീയ പാർട്ടി അതിന്റെ അടയാളം കൂടി കടമെടുത്ത് അകത്തറിയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം പൈതൃകമുള്ള സംസ്ഥാനമാണ്, പ്രദേശമാണ് നമ്മുടേത്. നമ്മളതിനെ കുറച്ച് കാണണ്ട. അതുകൊണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ
ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അത് ഭയങ്കര ഇൻട്രസ്റ്റാണ് പൈതൃക സർവകലാശാല. കാരണം പൈതൃകം സംരക്ഷിക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി നമുക്കൊരു പൈതൃക സംരക്ഷണ കേന്ദ്രമായിട്ടൊരു പൈതൃക സർവകലാശാല ഡോക്ടർ തോമസിന്റെ സെഷനിൽ ഉണ്ടോ എന്നറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടെ ആയിക്കോട്ടെ ഡിസ്കഷൻ. പിന്നെ സാറ്റലൈറ്റ് ടൗൺഷിപ്സ്, ഒരു പ്രദേശത്ത് മാത്രമായിട്ട് നമുക്ക് എല്ലാവരെയും കൂടി ആക്കാൻ പറ്റില്ല. 3-4 സ്ഥലങ്ങളിൽ നമ്മൾ വെള്ളവും വൈദ്യുതിയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്ക് ടൗൺഷിപ്സ് ആയിരുന്നു. അതിന് ഒരുപാട് സ്ഥലങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഞാൻ ചെറുടെ ഭാഗത്തുള്ള റോഡ് കൂടി പോകുമ്പോൾ എനിക്ക് മനസ്സിലാകാറില്ല. പിന്നെ അടുത്തത്, നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്ര നഗരി എന്നൊക്കെ പറയുന്ന പോലെ ക്ഷേത്ര പഞ്ചായത്ത് തന്നെ വേണമെങ്കിൽ പറയും. മുമ്പ് സുജിതനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കൈപ്പത്തി ക്ഷേത്രമാണ്. എനിക്ക് മുമ്പ് ഇവിടെ അടുത്തുള്ള ഒരു പ്രധാന വ്യക്തി കൈപ്പത്തി ക്ഷേത്രത്തെ കുറിച്ചൊരു പുസ്തകം എഴുതിയിരുന്നു. എനിക്കതിൻ്റെ ഒരു കോപ്പി തന്നിട്ടുണ്ട്. അത് ഞാൻ കുറെ കാലമായി, 30 കൊല്ലം മുമ്പാണ്. അത് ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് ഈ അവത്തേത്ര പഞ്ചായത്തിൽ ഇത്രമാത്രം ക്ഷേത്ര സംസ്കാരം ഉണ്ടെന്ന് മനസ്സിലായത്. നമുക്ക് ഒരു പാലക്കാട് മ്യൂസിയം, വേറെന്തോ ആയിക്കോട്ടെ, ഞാൻ പാലക്കാട് നിൽക്കുന്നേ ഉള്ളൂ. ഒരു മ്യൂസിയമാണ്. എന്തിനാണ്? നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്ര ആചാരങ്ങള്, ക്ഷേത്ര സാമഗ്രികളൊക്കെ ഇന്നത്തെ തലമുറക്കൊന്നും അറിയില്ല. പല ക്ഷേത്രങ്ങളിലും ഇഷ്ടം പോലെയുണ്ട്. എന്ന് മാത്രമല്ല, അകത്തത്രയിലെ പല ഇടങ്ങളിലും നിങ്ങൾക്കറിയാം, ഇവിടെ പല ഇടങ്ങളുണ്ട്. കോഴിക്കലിടം, ഏതൊക്കെയാണ് ഇവിടുത്തെ ഇടങ്ങള്? ഈ ഇടങ്ങളൊക്കെ രാജവംശത്തിന്റെ പരമ്പരയിൽപ്പെട്ടവർ താമസിക്കുന്നവരാണ്. അവിടൊക്കെ ഒരുപാട് പൈതൃക സാമഗ്രികളുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത തലം, ഇതൊക്കെ ഇപ്പൊ നിസ്സാരപ്പെട്ട പല ആളുകൾ കച്ചവടമാക്കുന്നുണ്ടോ? അതൊന്നും ചെയ്യാതെ സൂക്ഷിച്ചു വെച്ച് നമുക്കൊരു മ്യൂസിയം, എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഏബോർ ക്ഷേത്രത്തിനോട് അടുത്ത് എവിടെയും ഒരു പൈതൃക മ്യൂസിയം ഉണ്ടാക്കാൻ പറ്റിയാൽ ആ പൈതൃക മ്യൂസിയവും ഈ ക്ഷേത്രങ്ങളും ശബരിയാശ്രമവും എല്ലാം കൂടെ ചേർത്തൊരു ടൂറിസ്റ്റ് നെറ്റ്വർക്ക് ആക്കാം. ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു അര ദിവസം കണ്ടുപോകാൻ പറ്റി. നടക്കില്ലേ? നിങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കണം. പിന്നെ ഹേമാംബി ക്ഷേത്രം ഒരുപാട് ചരിത്രമാർന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രം അത്ര ചരിത്രം ദ്യോതിപ്പിക്കുന്നില്ല അവിടെ ചെയ്യുമ്പോൾ. അത് വേണം. നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ പോയി നോക്കൂ. എന്തിനാ ചെങ്ങന്നൂരടുത്ത് തിരുവല്ലയില് മലബാറിൽ നിന്ന് പോയ ഒരു നമ്പൂതിരി ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ക്ഷേത്രമാക്കി അതിനെ മാറ്റി. ആ സ്ത്രീകളെ ആരാധിക്കുന്നതിന് സ്പെഷ്യലൈസ് ചെയ്ത ക്ഷേത്രമാണ്. നമുക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല. അത് ചെയ്യണം. ഇനി അടുത്തത് എൻ്റെ ഒരു സജഷനാണ്. നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് കയറാൻ പലർക്കും കൗതുകമുണ്ട്. പക്ഷെ ഇപ്പൊ സേഫായിട്ട് നമുക്ക് കയറ്റിവിടാൻ പറ്റില്ല. അപ്പൊ കഴിയുമെങ്കിൽ അവിടെ ചെറിയ ക്ഷേത്രമുണ്ട്, കഴിയുമെങ്കിൽ അത് സേഫായിട്ട് കയറാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാക്കി കൈവരിയൊക്കെ ഫിറ്റ് ചെയ്ത് ട്രെക്കിങ്ങിനുള്ള സൗകര്യവും ഒക്കെ കൂടെ കൊടുത്ത് ആ ക്ഷേത്രം വരെ പോയി തിരിച്ചു വരാനും ഈ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളും ശബരിയാശ്രമവും ഒക്കെ കൂടെ ഒരു ടൂർ പാക്കേജായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് നമുക്ക് വേണമെങ്കിൽ സന്നദ്ധ സംഘടന ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റും. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എല്ലാ സപ്പോർട്ടും തരാം. നമുക്കിവിടെ ഉള്ള 10-50 ജോലി കിട്ടും അതിന് ഗൈഡ്സായിട്ട്. അടുത്തത് പഞ്ചായത്തിലുള്ള ഒരു പ്രത്യേകത, ഇവിടെ ഈ ക്രിമേഷൻ ഫെസിലിറ്റി, ശവസംസ്കാരത്തിനുള്ളത് ഓരോ ജാതിക്കാർക്കും ഓരോ തരത്തിലാണ്. കേരളത്തിൽ മറ്റു പലയിടത്തും അങ്ങനെയല്ല. ചില പ്രത്യേക ജാതികൾക്ക് അതില്ല, അതും പാടില്ല. നമുക്കൊരു പൊതു ശ്മശാനം, കോമൺ ക്രിമേഷൻ ഫെസിലിറ്റി, അത് നമുക്ക് അടുത്ത വേണ്ടേ? വേണം, നമുക്ക് വേണം. നമ്മുടെ ജാതിക്ക് മതത്തിനൊക്കെ എനിക്ക് അതീതരാണ്. ഞാനെൻ്റെ പേരിൽ അറിയാതെ അത് ഒരു പിള്ള എങ്ങനെ വെട്ടിക്കളയാമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ അതിന് ഗസറ്റിൽ പരസ്യം കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് മെനക്കെട്ടില്ല എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഒന്നിച്ച് അടുത്തതൊക്കെ വേണ്ടി ജീവിക്കാം. അടുത്ത സ്ലൈഡ്. ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം നമുക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഇവരൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചിട്ട് അങ്ങനെ പോകുന്നില്ല. അടുത്തത് ഇത് ഞാൻ പഞ്ചായത്തിന് കൊടുക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത്? ഒരു ആക്ഷൻ പ്ലാൻ. ഈ സ്ലൈഡ് ഞാൻ പഞ്ചായത്തിന് അയച്ചു തരും. നിങ്ങളെ കൂടെ ഒന്ന് നോക്കണം. ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇത് പഞ്ചായത്ത് അധികൃതർ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. അതിപ്പോൾ നിങ്ങളോട് എല്ലാവരുടെയും വിശദമായിട്ട് പറയണമെങ്കിൽ അവരത് ചെയ്തോളൂ. കഴിവുള്ളവരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടന്നത്. അതുകൊണ്ട് അവരാലോചിച്ചിട്ട് അത് ചെയ്യട്ടെ. അടുത്തത്, കേരളത്തിൽ പട്ടിണിയില്ല എന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ അകത്തെ തമ്മിൽ പട്ടിണിയുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിനോട് ദേഷ്യപ്പെടില്ല. വളരെ കുറച്ചാണ്. അത് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം.
ചെറിയ അളവിൽ പോലും നമുക്ക് പട്ടിണി അനുവദിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വത്ത് ഉണ്ടായിട്ട് ഞാൻ പണക്കാരനായി എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? ജനിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതാവകാശം പണ്ട് വരരുചി പറഞ്ഞില്ലേ, വാഗ്ദത്തിയ തമ്മിലെ നിരന്തരം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരം ഈ ഭൂമി സമൂഹം നമുക്ക് തരണം. അതുകൊണ്ട് ഇത് പട്ടിണി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ്. ഇത് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാനില്ല. ഇതെന്തായാലും പഞ്ചായത്തിന് കൊടുക്കും. പട്ടിണി ഉണ്ടെന്ന് ഞാൻ പറയുമ്പോഴും അടുത്ത കാലത്ത് ഇതിന്റെ റൂർക്കേല എന്നെ ഞാൻ അതിജായിട്ട് പോയിരുന്നു. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ഓടുന്നു, സാർ പോകല്ലേ പുറത്ത്. ഞാൻ ചോദിച്ചു എന്താ പുറത്ത് കൊണ്ടാകുന്നത്? വലിയ ക്യാമ്പസാണ്, 500 ഏക്കറുള്ള ഒരു ക്യാമ്പസിന്റെ മതില്, അതിന്റെ മതില് 10 അടി പൊക്കത്തിന് കരിങ്കൽ മതിലാണ്. സാർ പുറത്തേക്ക് പോകല്ലേ? ഞാൻ ചോദിച്ചു എന്താ? നാട്ടുകാരെ ആക്രമിക്കുന്നു. അതെന്താ? അതിവിടുന്ന് കാണുന്നവരെല്ലാം നാട്ടുകാർക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇതിനകത്തെല്ലാം സമ്പന്നരാണ്, അവർ ഒരു നേരത്തെ കൂടി ഭക്ഷണത്തിന് വേണ്ടിയില്ല. ഞാൻ കേരളത്തിൽ എനിക്കറിയാൻ തന്നെ മാനേജ് ചെയ്യാൻ ഞാൻ പുറത്തേക്ക് പോയി. എൻ്റെ ഈ കാല് വരുന്നത് മുന്നേ ഒന്ന് സ്പീഡിൽ നടന്നു പോയിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു ചേരി സ്ലം ഏരിയയിൽ ചെന്നപ്പോൾ അവരിങ്ങനെ കുറിച്ച് നോക്കുക. അത്യാവശ്യം ഹിന്ദി വശമുള്ളതുകൊണ്ട് ഞാൻ അവരോട്, ഞാൻ എഴുത്തുകാരനല്ല, ഞാൻ കേരളത്തിൽ വരും, നിങ്ങളൊക്കെ കാണാൻ വേണ്ടി വരും, നിങ്ങളുടെയൊക്കെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വന്നത്. പിന്നെ ഞാൻ തിരിച്ചു പോകുന്നവരെ അവർ ആ പ്രദേശം മുഴുവൻ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അവർ നല്ല മസാല ചായ ഇട്ടു. ഈ മസാല ചായയുടെ സാധനങ്ങളൊക്കെ പല വീടുകളിൽ സംഘടിപ്പിച്ചു. എത്ര ദാരിദ്ര്യം! ഒരു പുരുഷൻ ഒരു ദിവസം പണിയെടുക്കുന്നത് 50 രൂപ, സ്ത്രീയാണെങ്കിൽ 30 രൂപ. അവരെങ്ങനെ ജീവിക്കുന്നു? അതാണ് പട്ടിണി. നമുക്ക് ആ പട്ടിണി ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. നമുക്കിവിടെ ചെറിയ രീതിയിലുള്ള പട്ടിണിയുണ്ട്, അത് നമുക്ക് മാറ്റണം. അതിനുള്ള പദ്ധതികൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല പദ്ധതി ഞാൻ ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നതാണ് വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, സ്ത്രീകളുടെ കൂട്ടായ്മ. എനിക്ക് പുരുഷന്മാരെക്കാൾ വിശ്വാസം സ്ത്രീകളാണ്, കേന്ദ്ര സർക്കാരിന് തന്നെ. കാരണം പുരുഷന്മാരുടെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ കേന്ദ്രയിൽ പോകും. എല്ലാവരെ പറ്റി പറയാൻ പറ്റില്ല. ആണ്, മറിച്ച് സ്ത്രീകളുടെ പൈസ കിട്ടിയാലോ എല്ലാവരും കുടിക്കുന്നത് ഞാൻ പറയുന്നില്ല. ഞാനിതിനെ മദ്യം ഉപയോഗിച്ചിട്ടില്ലാത്ത ആളാണ്, അതുകൊണ്ട് എല്ലാവരും കുടിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുടിക്കുന്നവരാണ് ഭൂരിപക്ഷം. സ്ത്രീകളുടെ കിട്ടിയാലോ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് കൊടുക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്കാണ് പഞ്ചായത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. പുരുഷന്മാരെ തള്ളിപ്പറയില്ല, പുരുഷന്മാർ കൂടി അവർ കൊടുത്തോളൂ, അവരത് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇപ്പോഴാ കേരളത്തിലെ 50% പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അടുത്ത് വന്ന സർവേ ചോദിച്ചപ്പോൾ എന്താണെന്നറിയാമോ? ഒരു ഭർത്താവിനോട് ചെലവ് കൊടുക്കാൻ എന്നെ തുടങ്ങിയത്. അത് മറ്റൊരു സത്യം. അപ്പൊ ഇതാ ഏറ്റവും, ഞാനിത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കോപ്പി വേണ്ടവരൊക്കെ ഇത് വാങ്ങിച്ചോളൂ. ഇത് അശ്നയുടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്ക് കോപ്പി വേണമെങ്കിലും കൊടുത്തോളൂ. അവരൊക്കെ വായിച്ചു പഠിക്കട്ടെ. ഇന്നലെ രാത്രി നിന്ന് റെക്കോർഡ് ഉണ്ടാക്കാനില്ല, നിങ്ങൾ വായിച്ചു. അടുത്തത് നമുക്കൊരു പദ്ധതി ഉണ്ടാകും. എല്ലാത്തിനും ഒരു പദ്ധതി ഉണ്ടാകും. വെറുതെ വളരില്ലാതെ ചാടി ആ പദ്ധതി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഗൈഡ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ എല്ലാ പദ്ധതിയിലും ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ പണം വേണം, പറ്റില്ല അല്ലാതെ. നമുക്ക് തത്വമൊക്കെ വളരെ ഭംഗിയായിട്ട് പറയും. നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ, അത് പഞ്ചായത്താണെങ്കിലും ശരി, ഒരു വ്യക്തിയാണെങ്കിലും ശരി, പണമില്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പണത്തിന് അതിൻ്റെതായ ഒരു സൈക്കോളജി ഉണ്ട്. പണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ചൂണ്ട കൊണ്ടിട്ട് വെള്ളത്തിലിട്ടാൽ മീൻ കൊത്തൂല്ല. മറിച്ച് അതിനകത്ത് ഒരു ഇരയെ എടുത്തു കൊടുത്താലോ മീൻ കൊത്തു. ഈ പണത്തിന് ഇതാണ് പ്രത്യേകത. പണം എറിഞ്ഞ് പണം പിടിക്കാൻ പറ്റും. അത് എന്നെക്കാൾ നന്നായിട്ട് അറിയുന്ന ശ്രീ തോമസ് ടോം വിളിച്ചപ്പോൾ ചോദിച്ചു പഠിച്ചു കേട്ടോ. നമുക്ക് പണം എറിഞ്ഞ് തന്നെ പണം ഉണ്ടാകും. പഞ്ചായത്തിന് ചെലവ് ചെയ്യാതൊന്നും ഇങ്ങോട്ട് സ്വയം വരില്ല. അതിനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകും. ഞാൻ വിശദമാക്കുന്നില്ല, കാരണം ഇതൊക്കെ വിശദമായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ മുഴുവൻ പറയേണ്ടി അടുത്തത്. ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളവരെ അധിക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊരു റീസ്ട്രക്ചറിങ് ആവശ്യമാണ്. ഇന്നലെ അവരെ എന്ത് ചെയ്തോ? പഴയ ചൊല്ലുണ്ട് കുമാരനാശാന്, ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായുധ സമ്മതനായി. അതുകൊണ്ട് ഇന്നലെ ചെയ്ത എല്ലാ അബദ്ധമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ? നമ്മുടെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി പഞ്ചായത്ത് മെമ്പർമാരൊക്കെ രാഷ്ട്രീയത്തിന് അതീതമാകുന്നു. അപ്പൊ ഇവിടെ ഇപ്പം പല പാർട്ടിയിൽ നിന്ന് വന്ന മെമ്പർമാരുണ്ട്. നിങ്ങളെല്ലാം കൂടെ നിൽക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം,
പഞ്ചായത്തിന്റെ വികസന കാര്യത്തിൽ ഒരു രാഷ്ട്രീയം പാടില്ല. എനിക്കങ്ങനെ ഒരു ചിന്തയില്ല. ഏത് പാർട്ടിയായാലും അത് ഏത് പാർട്ടിക്കാരും വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ്. പഞ്ചായത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകും, പഞ്ചായത്തിനും അതിന്റെ നാട്ടുകാർക്കും ഗുണമുണ്ടാകും. നമ്മൾ അങ്ങനെ ഒരു കൂട്ടായ്മ, അല്ലാതെ നിങ്ങൾ ഇന്ന പാർട്ടിയാണ് ഞങ്ങൾ ഇന്ന പാർട്ടിയാണ്, അത് മണ്ടത്തരമാണ്. നമ്മളെല്ലാം മഹാനായ അലക്സാണ്ടർ മരിച്ച് അദ്ദേഹത്തെ സെമിത്തേരിയിലേക്ക് അടക്കാൻ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ 2 കൈയും പുറത്തേക്ക് ഇട്ടേക്കണം നിർബന്ധം കൊടുത്തു. എന്തിനാത്? ആ ശവമഞ്ചത്തിനകത്തുനിന്ന് കൈ നീട്ടി കിടക്കുന്ന അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് നാട്ടുകാര് കാണാൻ നമ്മൾ പോകുമ്പോൾ ഞാനീ പറഞ്ഞ ക്രിമറ്റോറി മാത്രം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ പോകുന്നതിന് മുമ്പ് അത് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അത് മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതിന് പ്ലാനും പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണം, അതനുസരിച്ച് ചെയ്യണം. അപ്പൊ ഞാന് മൊത്തത്തിലൊക്കെ പറഞ്ഞതാണ്, കൂടുതൽ വിശദീകരിക്കാൻ നിന്നില്ല. ഇനി ഇതില് എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ അറിയേണ്ടത് നമ്മുടെ മെമ്പർമാരാണ്. അവരെ വേണമെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ ഞാൻ മെനക്കെടാൻ തയ്യാറാണ്. എങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്ന് നമുക്ക് അവർ പഠിക്കണം. ഞാൻ മുമ്പ് തിരുവനന്തപുരത്തുള്ളപ്പോൾ നിയമസഭയിൽ പോയി ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, MLA-മാർക്ക് എല്ലാ മാസവും കുറെ ക്ലാസ്സുകൾ ഉണ്ടാവും. കുറച്ച് അവിടെ പോയി എടുക്കുമായിരുന്നു. അത് അവർക്ക് ഭയങ്കര ജിജ്ഞാസ. കാരണം അവർ പലരും സാങ്കേതികമായിട്ട് പഠിച്ചവരായിരിക്കില്ല. അത് പഞ്ചായത്തിലും വേണം. പ്രസിഡന്റിനോട് പ്രത്യേകം പറയാം, ഇടയ്ക്കിടയ്ക്ക് ഓരോ മേഖലയിലുള്ള വിദഗ്ധരെ വിളിച്ചിട്ട് നമ്മുടെ മെമ്പർമാരെ 5 കൊല്ലം കൊണ്ട് ഈ മെമ്പർമാര് PhD-കാരായി മാറും. ഡിഗ്രി എടുക്കണ്ട, എല്ലാ വിഷയത്തിലും. എന്നുവെച്ചാൽ അവർക്ക് ആധികാരികമായിട്ടൊരു കാര്യത്തെക്കുറിച്ച്, ഇപ്പൊ ജലസംരക്ഷണം അല്ലെങ്കിൽ അടിസ്ഥാന വികസനം, ഇതിനെക്കുറിച്ച് അവർക്ക് പറയാം. അവർക്ക് അറിഞ്ഞാലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പലരും അത് ചെയ്യാതിരിക്കുന്നതിന് കാരണം അവർക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പരിശീലനം കൊടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസത്തിൽ ഒരു സെഷൻ വെക്കുന്നത് ഒരാളെ വിളിച്ചാൽ മതി. ഇപ്പൊ ഇന്നിപ്പോ സുജിത്ത് പറഞ്ഞതനുസരിച്ച് 6 വിദഗ്ധരെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോ ആഴ്ചയിലും അല്ലെ ഒരു മാസത്തിൽ 1 or 2 പേരെ വിളിച്ചിട്ട് നമ്മൾ പ്രത്യേകമായ ഓറിയന്റേഷൻ മെമ്പേഴ്സിന് കൊടുക്കണം. എന്നാല് കാരണം പഠിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അതുണ്ടാകണം. എല്ലാ ആശംസകളും. ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് എൻ്റെ FB-ലും കേൾക്കേണ്ടത് ഒന്നുകൂടെ വേണമെങ്കിൽ കേൾക്കാം, എപ്പോഴെങ്കിലും കേൾക്കണമെന്ന് തോന്നുകയാണെങ്കിൽ. അപ്പം താങ്ക് യു വെരി മച്ച്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വികസന സംബന്ധമായിട്ടുണ്ടെങ്കിൽ ആഴ്ച 1-2 ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്, എപ്പോഴും വരില്ലെങ്കിലും. അതുകൊണ്ട് വളരെ നന്ദി.